മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. മലേഷ്യയിലെ കിങ് പാലസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മലേഷ്യയിൽ തന്നെ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലെന്ന് നമുക്ക് ഈ കിങ് പാലസിനെ വിളിക്കാം. കാരണം മലേഷ്യയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണിത്. പക്ഷെ ഈ പാലസിനകത്തേക്ക് നമുക്ക് ടൂറിസ്റ്റ് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മളുടെ ഇസ്ലാമിക് ആർക്കിടെക്റ്റിന്റെയും അതുപോലെ തന്നെ ഗോൾഡൻ ടൂമ്പൊക്കെ കൊണ്ട് വളരെ പ്രശസ്തമാണ് നിർമ്മിതി. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. വായോ. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റാന നിഗാരയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. മലേഷ്യയുടെ ഹൃദയഭാഗമായിട്ടുള്ള കോലാലംപൂരിൽ ഏറ്റവും അഭിമാനമായി നിലകൊള്ളുന്ന അതിമഹത്തായ കൊട്ടാരമാണ് കേട്ടോ ഈ ഇൻസ്റ്റാന നിഗോര. രാജവംശത്തിന്റെ പ്രതീകവും രാജ്യത്തിന്റെ അഭിമാനവും ചേർന്ന ഈ കൊട്ടാരം മലേഷ്യൻ പൈതൃകത്തിന്റെ തന്നെ മഹത്വം നമുക്ക് പറഞ്ഞു തരും. ഇൻസ്റ്റാന നിഗാര മലേഷ്യൻ രാജാവായിട്ടുള്ള യാങ്ടി പെർത്തുവാൻ അഗോങ്ങിന്റെ ഔദ്യോഗിക വസതിയാണ്. 2011 ഈ കൊട്ടാരം തുറക്കുന്നത്. ഇൻസ്റ്റാന നെഗേരയുടെ നിർമ്മാണ ശൈലി മലേഷ്യൻ പാരമ്പര്യത്തെയും ആധുനികതയും ഒത്തിണക്കുന്നതാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള സ്വർണ്ണ ഗോപുരങ്ങൾ, വിശാലമായിട്ടുള്ള മന്ദിരങ്ങൾ, അതിപ്രസന്നമായ പൂന്തോട്ടങ്ങൾ എല്ലാം കൂടി ഈ കൊട്ടാരത്തെ ഒരു സാക്ഷാൽ സ്വപ്ന ലോകമാക്കി മാറ്റിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രാജ്യത്തിന്റെ പ്രധാന ഔദ്യോഗിക ചടങ്ങുകൾ, രാജാരോഹണം, ദേശീയ അവാർഡ് വിതരണങ്ങൾ, വിദേശ അതിഥി സ്വീകരണങ്ങൾ എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. മലേഷ്യയിലെ രാജകീയ പരമ്പരാഗതയുടെ ആഴവും അഭിമാനവും ഇവിടെ പ്രകടമാകുന്നു. പഴയ ഇൻസ്റ്റാന നിഗാര 1928 പണിതത്. അത് റോയൽ മ്യൂസിയമായി പൊതുജനങ്ങൾക്ക് തുറന്നിരിക്കുന്നു. അതിലൂടെ മലേഷ്യൻ രാജവംശത്തിന്റെ ചരിത്രവും പുരാതന വസ്ത്രങ്ങളും കിരീടങ്ങളും പാരമ്പര്യ കലാവസ്തുക്കളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാന നഗീരയുടെ മുൻവശത്ത് എല്ലാ ദിവസവും നടക്കുന്ന ഗാർഡ് ചേഞ്ചിങ് സെറിമണി വിദേശ സഞ്ചാരികൾക്കായി വലിയ ആകർഷണമാണ് കേട്ടോ. പാരമ്പര്യമായിട്ടുള്ള വേഷധാരണയിൽ രാജകീയ ഗാർഡുകൾ നടത്തുന്ന ആ ചടങ്ങ് മലേഷ്യൻ ആചാരങ്ങളുടെ അഭിമാന പ്രകടമാണ്. അപ്പൊ നിങ്ങൾ ഇനി കണ്ടോളൂ കേട്ടോ. ഇൻസ്റ്റാന നഗേര വെറും ഒരു കൊട്ടാരമല്ല, അത് മലേഷ്യൻ ആത്മാവിന്റെയും പൈതൃകത്തിന്റെയും പ്രാധാന്യമാണ്, പ്രതീകമാണ്. രാജവംശത്തിന്റെ ഗൗരവവും ചരിത്രത്തിന്റെ അഭിമാനവും ചേർന്ന ഈ കൊട്ടാരം കോലാലംപൂരിന്റെ രാജകീയ ഹൃദയമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Singapore, Brunei, Malaysia. They start with 6. So now grown up, the member already added on after 13. Sorry, 13. Okay, so this is our thing. They're going to commemorate the 25th anniversary of the ASEAN. Okay, India and Africa. India is South Asia. This is not ASEAN. Okay, Myanmar, Cambodia. So that's why usually they supply between Thai and Cambodia. Also, this people. നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് മലേഷ്യൻ നാഷണൽ മോണുമെന്റിലാണ്. നല്ല മലേഷ്യയുടെ തന്നെ ചരിത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്തുവന്നാലും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സ്ഥലമാണ് ഈ മലേഷ്യൻ നാഷണൽ മോണുമെന്റ് ഉള്ള ഈ സ്ഥലം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിന്റെ ഹൃദയഭാഗത്ത് ചരിത്രത്തിന്റെ മഹത്വവും ദേശസ്നേഹത്തിന്റെ അഭിമാനവും ചേർന്ന് നിലകൊള്ളുന്ന അത്ഭുത സ്മാരകമായിട്ടുള്ള നാഷണൽ മോണുമെന്റ് അഥവാ തുഗു നെഗാരയുടെ മുൻപിലാണ് കേട്ടോ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച മലേഷ്യൻ വീരസേനാനികളെ അനുസ്മരിക്കുന്ന ഈ സ്മാരകം മലേഷ്യൻ ജനതയുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമാണ്.
ഈ ശില്പത്തിൽ 7 സൈനികരെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവർ മലേഷ്യയുടെ ഐക്യം, ധൈര്യം, ത്യാഗം, നേതൃത്വ ഗുണം, കരുണ, ജാഗ്രത, ശക്തി എന്നീ മൂല്യങ്ങളുടെ പ്രതീകങ്ങളാണ്. ഒരാൾ മലേഷ്യൻ പതാക ഉയർത്തി നിൽക്കുന്നു, മറ്റൊരാൾ വീണുപോയ സൈനികനെ കരുതുന്നു. ചിലർ വിജയത്തിന്റെ പ്രതീകങ്ങളായി കരങ്ങൾ ഉയർത്തുന്നു. ഇതെല്ലാം ചേർന്ന് അതിമനോഹരമായിട്ടുള്ള ദൃശ്യഭാവനയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. സ്മാരകത്തിന്റെ അടിസ്ഥാനം വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതിനാൽ രാവിലെയോ വൈകുന്നേരമോ സൂര്യപ്രകാശത്തിൽ ഈ ശില്പം വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് അതുല്യമായിട്ടുള്ള കാഴ്ചയാണ്. ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളും സ്മാരകത്തെ ചുറ്റിപ്പറ്റിയുള്ള ശാന്തതയും ആ സ്ഥലത്തെ ഒരു ശ്രദ്ധയുടെയും ആദരവിന്റെയും വേദിയാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അപ്പൊ ടാറ്റ, ബൈ ബൈ, താങ്ക് യു.